അല്ല ഗൈസ്, കുഞ്ഞാനാണ്. അപ്പം നമ്മളെ ഉമ്മറാക്കാടെ ഉസ്താടെ മകളുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വേണ്ടി വന്നിക്കണ്. നല്ല അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളി, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണി. സൂപ്പർ വീഡിയോ കേട്ടോ, എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോക്കി. ഓക്കെ, അപ്പം അങ്ങനെ മണ്ഡപത്തിലെത്തിട്ടോ. മണ്ഡപത്തിലെത്തി വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അങ്ങനെ ഒരു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാരിങ്ങനെ വരുന്നു, വെള്ളം കുടിക്കണു. ഇല്ലേ, വെൽക്കം ഡ്രിങ്കാണിത്. കുട്ടികളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല വെയിലുള്ള ടൈമല്ലേ, എല്ലാവരും നല്ല വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ചോറ് ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ച് നമുക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും നല്ല തിരക്കാട്ടോ. നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഇതിലേക്കൂടെ നമ്മൾ പോയി വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കലാണ്. എൻ്റെ ഉണ്ടോ തിരക്ക് ഇങ്ങനെ തുടങ്ങിക്കണം. അത്യാവശ്യം തിരക്ക് ഒന്ന് ആൾക്കാർ ബാക്കിൽ നിൽക്കലുണ്ടെങ്കിൽ ചോറ് ഫുഡ് കഴിക്കുന്നവരെ ഉണ്ടാവും. തിരക്കായി, നല്ല തിരക്കാപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കണു. കുറേ ആൾക്കാർ ഇരിക്കണവർ ബാക്കിൽ ആൾക്കാർ നിൽക്കണവർ ബാക്കിൽ നിൽക്കണു. അങ്ങനെ നല്ല തിരക്ക്. അപ്പോൾ അതിനോട് നമ്മൾ ചങ്കരെ കണ്ടാവും. പരപ്പര വീഡിയോ എടുത്തതാണ്. നമ്മളെ മാമനാട്ടോ, പുസ്തകമാക്കാൻ മതി. നമ്മളെ വിരാട്ടേജ് പുതിരോട്ടിലുള്ളതാണ്. നമ്മളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിക്കുകയാണ് എല്ലാവരും, കാരണന്മാരല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ അങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കണം. ഓരോരുത്തരും ഇങ്ങനെ വരുന്നു, മറ്റവരിങ്ങനെ ഇരിക്കണം. അപ്പോൾ നല്ല അടിപൊളി ഫുഡും നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടു. നല്ല അടിപൊളി വീഡിയോ ആണ്. എല്ലാ പരിപാടികളുണ്ട്. ചെക്കനും പെണ്ണിൻ്റെയും കുട്ടികൾ നല്ല തിരക്കാട്ടോ. രണ്ട് ടീമിൻ്റെ കല്യാണമാണ്. ചെക്കൻ്റെ പെണ്ണിൻ്റെയും ഒരു മണ്ഡപത്തിലാണ് കല്യാണം. ചുറ്റാലക്കൊപ്പത്ത് എ സോണിൽ എത്തിയിട്ടായിരുന്നു കല്യാണം. ചെക്കൻ്റെ വാപ്പയാണ് പോയി. അതാണ് കല്യാണം സംബന്ധമായ വീഡിയോ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. രണ്ട് ടീമിൻ്റെ നല്ല തിരക്കല്ലേ. എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണം. അതിൽ വീണ്ടും മാമൻ വന്നു. ഞങ്ങളെ ഷുക്കൂറാക്കി അമ്മയിലുള്ള പേര് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ദോസ്തുക്കളാണ്. അതിനിടെ ചെറുതിനെ കാണാനില്ലാണ്ടായി. അതിനെങ്ങനെ തിരഞ്ഞെടുത്തിട്ട് മനസ്സിലാടുന്നത്. നമ്മളെ കാണാനായിട്ട് അങ്ങനെ മേലക്ക് തിരഞ്ഞു വയ്ക്കുകയാണ് നമ്മൾ. അതിനെ തിരഞ്ഞിങ്ങനെ നടക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കേട്ടോ അതിന് തിരഞ്ഞെടുക്കുക. അതിനെ കാണാനായിട്ട് എവിടെക്കാൻ പോയി ഇതുവരെ കണ്ടിട്ടില്ല. ആൾക്കാരൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ നിന്നു ആള്. പിന്നെയും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇനി ആദ്യം പറഞ്ഞപ്പോൾ നിർത്തിയത്. അതിൻ്റെ ഇടയിൽ ആളെ കൊടുക്കാൻ പോയി തന്നെ കണ്ടു. ഐസ്ക്രീമിനൊക്കെ എന്താ തിരക്ക് നോക്കി നിങ്ങൾ. ആൾക്കാരിങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും ചെറിയവരും പറഞ്ഞവർക്ക് എല്ലാവരും ഐസ്ക്രീം. എൻ്റെ അടിപൊളി ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഷ് ജിലേബി ഐസ്ക്രീം ഇങ്ങനെ കൊടുത്ത്. ഐസ്ക്രീമാണ് ഏറ്റവും കൂടുതലായിട്ട്. എല്ലാവരും ഐസ്ക്രീം വേണം. എല്ലാം ചൂടല്ല. ആ സമയത്ത് ബിരിയാണി കഴിച്ചിങ്ങനെ നിൽക്കുമ്പോഴേ എല്ലാം തണുത്ത ഇങ്ങനെ ചെല്ലുമ്പോൾ നല്ല സുഖമല്ലേ. ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് പെഫ്കോ ഉണ്ടായിരുന്നു. പെഫ്കോൻ്റെ അവിടെ പോയപ്പോൾ അവിടെയും തിരക്കാണ്. എല്ലാത്തിനും തിരക്കാണ്. ആൾക്കാർ ഇങ്ങനെ ബിരിയാണി തിന്നിട്ടും ആൾക്കാർക്ക് വയറിന് ഫുള്ളായിട്ട്. അത് കാരണമാണ് ഇപ്പോൾ ഐസ്ക്രീമും പെഫ്കോണൊക്കെ കഴിക്കുന്നത്. പിന്നെ നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഐസ്ക്രീമിൻ്റെ കാരനൊപ്പം ഒരു സെൽഫി എടുത്താൽ നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരുന്നു. പെഫ്കോൻ്റെ പോയപ്പോൾ അവിടെ തിരക്കുന്ന ചായ നാലഞ്ചായിട്ട് ചായ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ ടീ, ഗ്രീൻ ടീ, ലൈം ടീ പറഞ്ഞ ഒരുപാട് ഐറ്റം ചായസ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഐസ്ക്രീമും പെർഫോമും ഇങ്ങനെ മല്ലി കെട്ടി നിൽക്കുകയാണ്. കുറേ ആൾക്കാർ കിട്ടാത്തവരുണ്ട്. കാരണം തിരക്കാരനെ പഠിക്കാനും പോകാൻ പറ്റണില്ല. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മേലക്ക് ഒന്ന് കയറിപ്പോയത്. കുട്ടീനെ തിരഞ്ഞിട്ട് അങ്ങനെ പോയി മേലെ പോയപ്പോൾ ആളെ കണ്ടു കിട്ടിയിട്ട് എന്തായാലും. പിന്നെ MLA വന്നു. എൻ്റെ പെണ്ണിൻ്റെ വാപ്പേണ്ടത് ഞാനെന്താ MLA ഒക്കെ നമ്മൾ ഷെയ്ക്കാൻ്റെ കൊടുത്തു. നമ്മളെ ചന്ദ്രേട്ടൻ മൈലാടിപ്പാറുള്ളതാണ്, താലക്കൊപ്പത്തുള്ളതാണ്. ആ ചെക്കൻ്റെ ഫ്രണ്ടുകളാണ് വരുന്നത്. ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. എന്നാലും ഗാലറിയൊക്കെ ഫുള്ളാട്ടോ. നല്ല തിരക്കാണ്. നല്ല അടിപൊളി കല്യാണമായിരുന്നു. ചെക്കന്മാരെ കൂട്ടുകാരും പെണ്ണിൻ്റെ ചെക്കൻ്റെ ഒക്കെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വന്ന് ഫുള്ളായിട്ട് ഗാലറി ഇരിക്കുക. ചോറും വെച്ച് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. നല്ല ഇതല്ലേ, ഗാലറിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. AC ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു.
ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഓരോ പരിപാടികളും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടിപൊളിയാണ് പരിപാടി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നു പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചെക്കനും പെണ്ണും ഇങ്ങനെ ഇട്ട് വട്ടം കറക്കണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. എന്തായാലും വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടോളി, പരമാവധി ഷെയറും ചെയ്തോളി. എന്തായാലും വീഡിയോ ഇഷ്ടമാവും, അടിപൊളി വീഡിയോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പാണ്. പെണ്ണിനെ ചെക്കനെ അങ്ങനെ സ്റ്റേജിൽ കയറ്റി ആനയിക്കട്ടെ. പെണ്ണിൻ്റെ വീട്ടുകാരുണ്ട്, ചെക്കൻ്റെ വീട്ടുകാരുണ്ട്, രണ്ടാളും ഉണ്ടായി. പെണ്ണിൻ്റെ ഏട്ടത്തിൻ്റെ അഞ്ചത്തിമാരൊക്കെ ഉണ്ട്, എളാപ്പാടെ മക്കളാട്ടോ അഞ്ചത്തിമാരൊക്കെ പറയും. സ്റ്റേജിൽ പെണ്ണിനെ ഇട്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നതൊക്കെ. അത്യാവശ്യം വീഡിയോ ആണെങ്കിൽ ഫുള്ളായിട്ട് കണ്ടോളൂ. എല്ലാവരും പരമാവധി കാണുക, പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയറാണ് ചെയ്യും, ഷെയറാണ് മെയിൻ. ഇതെല്ലാവരും കണ്ടോളൂ. ഇങ്ങനെയൊക്കെ നമ്മളറിയട്ടെ, നമ്മളെ ഷോപ്പിൻ്റെ ഇതിനെ പോലെ മൈൻഡടിപ്പാറ കുട്ടി പിന്നെ നാട്ടാൻ കറങ്ങും. അടിപൊളി വീഡിയോ ആണ്, നല്ല ഉസാറ് പരിപാടികളാണ്. നിങ്ങൾ ആൾക്കാർ ഫുള്ളാണ്, ഒരു സീറ്റ് പോലും കാര്യമില്ലാതെ പറഞ്ഞ ആൾക്കാർ ഫുള്ളായിട്ട് ആൾക്കാർ കളി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ടാണ്. അടിപൊളി പരിപാടിയാണ്, എല്ലാവരും കണ്ടോളി. നല്ല തിരക്കാറുണ്ട്, രക്ഷയില്ലാത്ത തിരക്കാറുണ്ട്, എല്ലാ പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ ഇവിടെ പാട്ടുകളൊക്കെ ഉണ്ട്, പാട്ടൊക്കെ പാടാൻ ലൈവായിട്ട് പാട്ടൊക്കെ പാടാനാണ്. അത് നല്ല കളിയിലാണ് ചെക്കനിരിക്കും. എന്തായാലും നല്ല കളർഫുള്ള് പരിപാടിയാണ്. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടൊന്ന് ഫോട്ടോ എടുത്താൽ കേട്ടോ, ഗാലറിയുടെ മുകളിൽ പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ചെറിയ ചെക്കനൊക്കെ എല്ലാ പരിപാടി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, പരമാവധിയൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. എല്ലാവരും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ആരും വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കും. എല്ലാ കാണുന്നവരും മുഴുവൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒക്കെ നല്ല അടിപൊളി വീഡിയോസ് അല്ലേ, ആരും ഒന്നാണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.